കാർത്തിക്, ഇപ്പോൾ സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. മാർ റാഫേൽ തട്ടിൽ, എങ്ങനെയാണ് പാപ്പയെ അനുസ്മരിക്കുന്നത്? എങ്ങനെ കത്തോലിക്ക സഭയ്ക്ക് താങ്ങാനാവും ഈ വിയോഗം? അതീവ ദുഃഖത്തോടു കൂടിയിട്ടാണ് മാർപ്പാപ്പയുടെ നിര്യാണം ഞങ്ങൾ കേൾക്കുന്നത്. വാക്കുകൾ കൊണ്ട് ദുഃഖം രേഖപ്പെടുത്താൻ കഴിയാത്ത വിധത്തില് വികാരങ്ങളുടെ വേലിയേറ്റം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. മാർപ്പാപ്പ ഞാൻ മേജർ ആർച്ച് ബിഷപ്പായ ശേഷം ആദ്യം കാണുന്നത് മെയ് 13 2024 അന്ന് മാർപ്പാപ്പ ഞങ്ങളെ സ്വീകരിച്ച വിധം എനിക്ക് മറക്കാൻ കഴിയില്ല. ഞങ്ങള് സീനിയർ ആയിട്ടുള്ള എല്ലാ ബിഷപ്സും എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായിട്ട് റോമിൽ പോയതാണ്. ഏറ്റവും ആദ്യം ഞങ്ങളെയാണ് സ്വീകരിച്ചത്. വളരെ ഏർലി മോർണിംഗില് ഒരു 7:30 മണി 8 മണി ആകുമ്പോഴേക്കും ഞങ്ങൾ സ്വീകരിച്ചു മാർപ്പാപ്പ അന്ന് ഫോർമാലിറ്റികളൊന്നുമില്ലാതെ ഒരു ഔപചാരികതയില്ലാതെ ഞങ്ങളോട് ഹൃദ്യമായിട്ട് പെരുമാറി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എന്റെ കൈ പിടിച്ചിട്ടാണ് മാർപ്പാപ്പ എന്നെ തന്റെ ഇരിപ്പിടത്തിലേക്ക് കൊണ്ടുപോയത്. മാർപ്പാപ്പ വളരെ ഔപചാരികത്വമില്ലാത്ത സാധാരണക്കാരന് ശൈലിയുള്ള ഒരു മാർപ്പാപ്പയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഭരണത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിഗണിക്കണമെന്ന് ഉറച്ചു വിശ്വസിച്ചൊരു മാർപ്പാപ്പയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, ജനങ്ങളുടെ ആവശ്യങ്ങൾ പോലെ സഭയുടെ ഭരണക്രമത്തില് വലിയ ഒരു ജനകീയ മുഖം ഉണ്ടാകണമെന്ന് മാർപ്പാപ്പ ആഗ്രഹിച്ചിട്ടുണ്ട്. മാർപ്പാപ്പ പേരെടുത്ത് ഫ്രാൻസിസ് എന്നാണ്. പാവങ്ങളുടെ പക്ഷം ചേർന്ന ചരിത്രത്തിലെ പകരം വയ്ക്കാൻ ഇല്ലാത്ത ഒരു പ്രതീകമാണ് ഫ്രാൻസിസ് അസീസി. ഈ ഫ്രാൻസിസിന്റെ പേര് മാർപ്പാപ്പ സ്വീകരിച്ചത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിക്കുന്നത്. അതിന്റെ കാരണമായിട്ട് മാർപ്പാപ്പ പറഞ്ഞത്, എന്റെ നിലപാട് പാവങ്ങളോട് ഫ്രാൻസിസിനെ പോലെ പക്ഷം ചേരുന്നതാണ്. നീതിക്ക് വേണ്ടി കരയുന്ന എല്ലാവർക്കും നീതി സംലിപ്തമാക്കുന്നതാണ് എന്റെ വലിയ ആഗ്രഹം. ഭാരതസഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മാർപ്പാപ്പയാണ്. ഭാരതത്തിലെ 3 റീത്തുകള് നിങ്ങൾക്കറിയാം: സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ, ലാറ്റിൻ സഭ, ലാറ്റിൻ റീത്ത്. ഈ 3 സഭകളുടെയും പരസ്പര ബന്ധങ്ങളിലെ കാണിക്കേണ്ട വലിയ ഊഷ്മളതയും സൗഹൃദവും സഹകരണവും ഒക്കെ മാർപ്പാപ്പ എഴുതിയ ഒരു കത്തുണ്ട്. 2024 മെയ് 17 ഈ കത്ത് മാർപ്പാപ്പ പ്രസിദ്ധീകരിക്കുന്നത്. ഈ കത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കത്താണ്. ഈ കത്തിലാണ് സീറോ മലബാർ സഭയ്ക്ക് ഇന്ത്യ മുഴുവനും അജപാലനത്തിനുള്ള അധികാരം നൽകുന്നത്, മിഷൻ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാധ്യത തുറക്കുന്നത്. മാർപ്പാപ്പ എന്നും പാവങ്ങളോട് കാണിച്ചിട്ടുള്ള വലിയ ഒരു പരിഗണന, അത് മാർപ്പാപ്പയുടെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. മാർപ്പാപ്പ വളരെ ഹ്രസ്വമായിട്ട് സംസാരിക്കാറുള്ളൂ. വളരെ ഹ്രസ്വം, അതും വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് മാർപ്പാപ്പ സംസാരിക്കുക. വളരെ തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല. മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനങ്ങളാണെങ്കിൽ പോലും സ്നേഹത്തെക്കുറിച്ചും സൗഹാർദ്ദത്തെക്കുറിച്ചും കൂട്ടായ്മയെക്കുറിച്ചൊക്കെയുള്ള വലിയ ചാക്രിക ലേഖനങ്ങളാണ് മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മാർപ്പാപ്പ എന്നും ജനപക്ഷക്കാരനാണ്, ജനങ്ങളുടെ പക്ഷത്തിൽ നിന്ന്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് മാർപ്പാപ്പയെ അനുസ്മരിച്ചത്. ഇപ്പോൾ